നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് മുടി ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ആഴ്ചയിൽ നിങ്ങളൊരു 1-2 ദിവസമൊക്കെ അപ്പോൾ സ്കൂൾ അടച്ച് വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങളൊന്ന് താളി തേച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് എന്തോരം മുടി നമ്മൾ വെട്ടിപ്പള്ളയെ കളഞ്ഞാലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഉള്ളോട് കൂടി മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഗേൾസിനും ബോയ്സിനും പ്രായമായ ആളുകൾക്കൊക്കെ തേക്കട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2 ദിവസമോ 3 ദിവസമൊക്കെ നിങ്ങൾക്ക് തേക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറും, പെട്ടെന്ന് മുടി വളരുകയും ചെയ്യേ. അപ്പോൾ ആ ചെമ്പരത്തിയുടെ അല്ല, ഒരു കുറച്ച് ചെമ്പരത്തിയുടെ അല്ല നിങ്ങൾ കഴുകി ചെറിയ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടാൽ മതി. ഈ കല്ലയിലൊക്കെ കൂടിയിട്ട് ഉരയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, അതാകുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ 2-3 ചുവന്നുള്ളി എടുക്കാം കേട്ടോ. ചുവന്നുള്ളി സവാള എടുക്കാം. നമുക്ക് ചുവന്നുള്ളി ആണെങ്കിലും സവാള ആണെങ്കിലും നല്ലതാണ്, മുടി കൊഴിച്ചിലും മാറും, മുടി പെട്ടെന്ന് വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഒരു 3 ചുവന്നുള്ളി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനുള്ളത് എന്താണെന്നറിയാമോ? കറ്റാർവാഴ. നമ്മുടെ വീട്ടിലെ പരിസരത്തൊക്കെ എവിടെയെങ്കിലും കറ്റാർവാഴ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചെറിയൊരു കഷ്ണം ഇങ്ങനെ കീറിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കറ്റാർവാഴ നമ്മൾ തേക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല തിളക്കം കിട്ടും, മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരാനായിട്ട് നല്ലതാണ്, നല്ലൊരു സിൽക്കി ആയിട്ട് എടുക്കും കേട്ടോ, സ്മൂത്തായിട്ട് എടുക്കും. അപ്പോൾ ഈ ഇങ്ങനെ ഉള്ള കറ്റാർവാഴ നമ്മൾ മൊത്തമൊന്നും എടുക്കണ്ട, ഇതുണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇത് എടുത്താൽ മതി. നിങ്ങളത് ചെടിയിൽ നിന്ന് പറിക്കുമ്പം അറ്റം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി, അതാകുമ്പോൾ എളുപ്പമുണ്ട്, നല്ല ഫ്രഷ് ജെല്ല് കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി നമ്മൾ റൈസ് വാട്ടർ എടുക്കുക. നമ്മൾ ഇന്നിപ്പോൾ കഞ്ഞി വടിച്ച കഞ്ഞിയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊരു 1-1.5 ഗ്ലാസ് എടുത്ത് ഒഴിക്കുക കേട്ടോ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോ, മുടിക്ക് നല്ല തിളക്കം കിട്ടും, നല്ലതാണേ. പിന്നെ എല്ലാവരുടെ വീട്ടിലൊന്നും കേശവർദ്ധന ഉണ്ടാവണം എന്നില്ല. അപ്പോൾ കേശവർദ്ധന ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു 1-2 തണ്ട് കേശവർദ്ധന പറിച്ചിട്ടാൽ നല്ലതാണ്. അപ്പം ഇനിയിപ്പോൾ കേശവർദ്ധന ഇല്ലയെന്ന് വെച്ചിട്ട് ആരും അടിച്ചടിക്കണ്ട കേട്ടോ, നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ ഇപ്പം കുറച്ച് വെട്ടി കളയാമല്ലോ എന്ന് വെച്ചുകൊണ്ട് അതുകൊണ്ട് ഞാനത് പറിച്ചെടുത്തത്. കാരണം നല്ല പാമ്പിൻ്റെ ശല്യം, ഇപ്പോൾ വേനലല്ലേ, ഈ കേശവർദ്ധനൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ പടർന്ന് പിടിച്ച് കാടാവും. അപ്പോൾ ഞാനിപ്പോൾ അത് കുറച്ച് വെട്ടി പള്ളക്കളയെല്ലാം വെച്ചിട്ട് പറിച്ചെടുത്തപ്പം എൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്തു എന്നുള്ളൂ. അപ്പം നിങ്ങളുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതായത് കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കൂടി വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ നിങ്ങളൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പേൻശല്യം താരനെ കൊണ്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നല്ലെങ്കിൽ താരന ഉണ്ടെങ്കിൽ നിങ്ങൾ ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പേൻശല്യമൊക്കെ ഉണ്ടെങ്കിൽ തുളസിയുടെ ഇല ഇട്ട് കൊടുക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വലിയ അരിപ്പയിലേക്ക് ആദ്യമേ തന്നെ അങ്ങോട്ട് അരിച്ചെടുത്തോ. നല്ല രീതിയിൽ നാരും പൊടിയൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുമ്പോൾ അവർ പറയും തലക്കൂടെ അപ്പടി നാരും പൊടിയൊക്കെയാന്ന് പറയും. അപ്പം 1-2 തവണ നിങ്ങൾ അതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വലിയ അരിപ്പയിൽ അരിച്ചിട്ട് പിന്നെ കുഞ്ഞരിപ്പിലും കൂടെ ഇത് അരിച്ചെടുത്തേക്ക് നീ കാണണം. അപ്പം അങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് ഷാമ്പു പോലെ തന്നെ നല്ലൊരു ഇതുപോലെ നല്ലൊരു ഹെയർ കണ്ടീഷണറായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ഈ താളിയുടെ മണം ഇഷ്ടമല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ തേക്കുന്ന ഇതിലെ ഷാമ്പു ഉണ്ടല്ലോ, ആ ഷാമ്പു വേണമെങ്കിൽ ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ താളി തന്നെ തേക്കാൻ പറ്റുമെങ്കിൽ അതങ്ങ് തേച്ചോ, ആവുമ്പോൾ നാച്ചുറൽ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഇച്ചിരി മണം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ഷാമ്പു ഒന്ന് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതപ്പിച്ചിട്ട് നിങ്ങൾ തലയിൽ തേച്ചോട്ടോ. മുടി നല്ല സിൽക്കി ആയിട്ട് വളരുകയും ചെയ്യും, നല്ല ഉള്ളും വയ്ക്കും, നീളവും വെക്കും, നല്ല തിളക്കത്തോടു കൂടി മുടി സ്ട്രൈറ്റ് ആയിട്ട് വളരാൻ നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ തേച്ച് കൊടുക്കുക. വേനൽ ടൈമിൽ കുട്ടികൾ വീട്ടിലിരിക്കുമല്ലേ, അപ്പം മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതുപോലത്തെ ടിപ്സ് വീഡിയോസ് കൊണ്ട് പേജിൽ കിടപ്പുണ്ട്. അപ്പം ഇതുപോലുള്ള വീഡിയോസിനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്തിട്ട് പോകണം കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാമേ. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ.